സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എടുക്കുന്നു. ഞാൻ സുഭാഷിതം ചാനലും ഞങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാമൂഹ്യ വിഷയമാണ്. ഒരു 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 ജീവകാരുണ്യ പ്രവർത്തനം പോലെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് അങ്കണവാടികൾക്ക് ആവശ്യമായ ഹെൽപ്പർമാർ, വർക്കർമാർ, പെൻഷൻ പറ്റിയവരുടെ ചില വിഷയങ്ങൾ പരിഹരിക്കണം ശാശ്വതമായി. അതിനുവേണ്ടി ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരുപാട് ഇതിനകത്ത് വെച്ചിരിക്കുന്ന നമ്പറാണ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ. അതിനകത്തേക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ സഹപ്രവർത്തകർ ഒരുപാട് പേര് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അതിലേക്ക് നിങ്ങൾ ജാതിയും മതവും വർഗവും ഗോത്രവും നിങ്ങളുടെ യൂണിയനും നിങ്ങൾ ഏത് യൂണിയനിലുള്ളവരായാലും അതൊന്നും വിഷയമല്ല. ഞങ്ങളോടൊപ്പം വരാം. ഞങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വയ്ക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, 29-ാം തീയതി അതായത് അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ കേരളത്തിലെ അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിൻ്റെ അംഗീകൃത യൂണിയനുകൾ ഒരു 6-7 പേരുണ്ട്. അത് INTC ഉണ്ട്, CIT ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ STU ഉണ്ട്, അങ്ങനെ BMS, അങ്ങനെ 6-7 പേരുണ്ട്. അവരെ അരമണിക്കൂർ സമയം കൊടുത്തുകൊണ്ട് 6-7 സംഘടനകളെ സെക്രട്ടേറിയറ്റിൽ വിളിച്ചിട്ടുണ്ട്. ക്ഷേമനിധി എങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെടുത്തുക, അതിലേക്ക് പണം കൊടുക്കുന്നതിന്, ക്ഷേമനിധി പെൻഷൻ കൊടുക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തുക കൊടുക്കുന്നതിൽ ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ അവരുടെ 2022 ശേഷം വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനേ പറ്റിയിട്ടില്ല. അവർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ യൂണിയനുകളുടെ അഭിപ്രായം ആരായാനാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. നമ്മളെ അങ്ങനെ ഒരു യൂണിയൻ്റെ ആളല്ലല്ലോ, അപ്പോൾ പോകാൻ പറ്റില്ല. നമുക്കൊരു സംഘടനയും ഇല്ല ഇപ്പോൾ. പക്ഷേ ഭാവിയിൽ നമ്മൾ സംഘടന ഉണ്ടാക്കും. നമ്മൾ ഇത്തരം കാര്യങ്ങൾ വിളിക്കണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും. വിളിച്ചാൽ നമ്മൾ പോവുകയും ചെയ്യും. എന്തായാലും 2 കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അത് നമ്മളുടെ അങ്കണവാടി ഫ്രീഡം ഫോറം എന്ന വാട്സപ്പ് കൂട്ടായ്മ, ഇപ്പോൾ ഉള്ള വാട്സപ്പ് കൂട്ടായ്മയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ സുഭാഷിതം ഡിജിറ്റൽ ചാനലിലൂടെ പറയുക. 2, എഴുതി കൊടുക്കുക. ഇത് ഗവൺമെൻറ്റിലേക്ക് എഴുതി കൊടുക്കുക. ഇത് 2 നമ്മൾ ചെയ്യുന്നതാണ്. കാരണം ഉടനെ തന്നെ മറ്റന്നാളത്തെ 29 മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഓർഡറൊന്നും ആവത്തില്ലല്ലോ. ചർച്ചകൾ വീണ്ടും തുടരുമല്ലോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സമയമുണ്ട്, നമ്മൾ എഴുതി കൊടുക്കും. ഒന്നാമതായി പറയാനുള്ള വിഷയം, ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോർഡാണ്. അതിന് സ്വന്തമായി വരുമാനമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിനാണെങ്കിൽ കെട്ടിടങ്ങൾക്ക് സെസ് പിരിച്ചിട്ട് അവർക്കൊരു വരുമാനമുണ്ട്. ഗവൺമെൻറ്റിന് വലിയ ബാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം, ശിശുക്ഷേമ സമിതി പോലുള്ള കാര്യങ്ങൾ സ്റ്റാമ്പ് വിറ്റും മറ്റു രൂപത്തിലും പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ക്ഷേമനിധിക്ക് സ്വന്തമായി പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഉദാഹരണമായി, അങ്കണവാടി ഒരു വർക്കർ 500 രൂപ ഇട്ടാൽ 100 രൂപ സർക്കാർ ഇടുമെന്നാണ് പറയുന്നത്, 20%. ഒരു ഹെൽപ്പർ 250 രൂപ ക്ഷേമനിധി ഇട്ടാൽ 50 രൂപ സർക്കാർ ഇടും, 20%. അപ്പോൾ ഈ തുക വച്ചിട്ടാണ് എല്ലാവർക്കും നിങ്ങൾക്ക് പെൻഷൻ പറ്റുമ്പോൾ ഓരോരുത്തർക്കും പൈസ തരേണ്ടത്. പക്ഷേ ഈ പൈസയും കൂടി എടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ പെൻഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് സ്വന്തമായി വരുമാനമില്ല. ഇപ്പോൾ ചെയർപേഴ്സൺ അടക്കം തുടങ്ങി അവിടുത്തെ പിയൂണ് വരെയുള്ള അല്ലെങ്കിൽ ഈ ക്ഷേമനിധി ബോർഡിൻ്റെ ഓഫീസർമാർ, സംവിധാനങ്ങൾക്കൊക്കെ പണം ആവശ്യമുണ്ട്. അപ്പോൾ ആ പണമെല്ലാം നിങ്ങളിൽ നിന്ന് എടുക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, അതെല്ലാം ആവശ്യമുണ്ട് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയൊരു ചിലവ് ഓരോ മാസവും ഓരോ വർഷവും ആവശ്യമുണ്ട്. ഇതിനുള്ള പണം അങ്കണവാടി ക്ഷേമനിധി ബോർഡിലില്ല. അതാണ് അടിസ്ഥാന പ്രശ്നം. അപ്പോൾ അതുണ്ടാക്കാനുള്ള സെസ്, ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾ സെസ് ഏർപ്പെടുത്താറുണ്ട്. പെട്രോളിയത്തിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തി ആ പൈസ വാങ്ങിയിട്ടാണ് രാജ്യത്ത് സ്വച്ഛ ഭാരത് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയത്. ആളുകൾക്ക് കക്കൂസ് വെച്ച് കൊടുക്കാൻ പൈസയില്ല, അപ്പോൾ കുറച്ച് സെസ് ഏർപ്പെടുത്തി, 1 രൂപ 2 രൂപ ഏർപ്പെടുത്തി. അങ്ങനെ അതുപോലെ ഒന്നുകിൽ സ്റ്റാമ്പ് വേണമെന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റാമ്പോ സെസ്സോ എന്തെങ്കിലും, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് ചെറിയ ഫീസ്, എല്ലാ മാസവുമല്ല, ഒരു രജിസ്ട്രേഷൻ ഫീസോ, അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോകുമ്പോൾ ഒരു രജിസ്ട്രേഷൻ ഒരു ചെറിയ തുകയോ, എന്തെങ്കിലും ഒരു തുക, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ടാക്സോ, ഏതെങ്കിലും ഒരു ഇൻസെൻറ്റീവിൽ അങ്കണവാടി ക്ഷേമനിധി ബോർഡിലേക്ക് കൂടി പണം കണ്ടെത്താനുള്ള ഒരു നിധി, സെപ്പറേറ്റ് നിധി ആരംഭിക്കണം. കാരണം എന്തെന്നാൽ, അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് പണം വാങ്ങണം. കാരണം എന്തെന്നാൽ സംഭാവനകൾ, ഡൊണേഷനുകളൊക്കെ വാങ്ങണം. കാരണം എന്തെന്നാൽ ഈ അങ്കണവാടി പ്രവർത്തകർ ചെയ്യുന്നത്, വർക്കർ ഹെൽപ്പറേയും കൂടെ ഞാൻ പ്രവർത്തകരെന്ന് പറയാം, പ്രവർത്തകർ ചെയ്യുന്നത് വലിയ സാമൂഹിക സേവനമാണ്, രാഷ്ട്ര നിർമ്മിതിയാണ്. കുട്ടികളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വഭാവ രൂപീകരണം, കുട്ടികളുടെ പോഷക കാര്യങ്ങൾ, ഒരുപാട് ശീലങ്ങൾ എല്ലാം വളർത്തിയെടുക്കുന്ന ഒരു അമ്മമാരാണ്, സഹോദരിമാരാണ്. അപ്പോൾ അവരെ ആ രീതിയിൽ നമ്മൾ സമൂഹം ഏറ്റെടുത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. രണ്ടാമതായി, 300 പേരുടെ പെൻഷൻ മുടങ്ങിക്കിടപ്പുണ്ട്. അത് ഈ 2016 ഒരു ആക്ട് താഴേക്ക് ഉദ്യോഗസ്ഥർ പകർന്നു കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ആരും ശ്രദ്ധിച്ചില്ല, ഉദ്യോഗസ്ഥരെ ശ്രദ്ധിച്ചില്ല, മനഃപൂർവ്വമല്ല, ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതിൽ കിടക്കുന്നൊരു ക്ലോസാണ് 6 മാസമേ കട്ടായിപ്പോകും. 6 മാസത്തിനും കഴിഞ്ഞാൽ പെൻഷൻ കട്ടാവും, ക്ഷേമനിധി കട്ടാവും. പിന്നെ അടുത്ത 6 മാസത്തിനകത്ത് 12% പൈസ അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞ്, പലിശയോട് കൂടി അടയ്ക്കണമെന്നൊക്കെ പറയുന്നൊരു ഓർഡറാണ്.
അത് മാറ്റാൻ 10-400 പേരുടെ ഒരു വിഷയ സെക്രട്ടേറിയറ്റ് കിടപ്പുണ്ട്. അത് അടിയന്തരമായിട്ട് മറ്റന്നാളത്തെ മീറ്റിങ്ങിൽ കൂടി അതിലൊരു തീരുമാനമുണ്ടാക്കുക. അപ്പോൾ 300-400 പേരുടെ ആ പ്രശ്നം, അപ്പോൾ എല്ലാവർക്കും പെൻഷൻ കിട്ടും. അതൊരു വിഷയം. രണ്ടാമത് പെൻഷൻ നിധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മൂന്നാമത് മിനിമം പെൻഷൻ 5000 രൂപയാക്കണം വർക്കർക്കും ഹെൽപ്പർക്കും മിനിമം. എന്നിട്ട് ഓരോ 10 വർഷവും അവർ സർവീസ്, ഇപ്പോൾ 10 വർഷം സർവീസ് ആയവർക്കാണെങ്കിൽ 5000 കൊടുത്താൽ മതി, മിനിമം കൊടുക്കണം. പക്ഷേ ഓരോ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷത്തിനും 100 രൂപ കണക്കാക്കിയും വർക്കർമാർക്ക് 100ഉം ഹെൽപ്പർമാർക്ക് 50 രൂപ കണക്കാക്കി ഒരു ഓരോ 10 വർഷം 5 വർഷമോ 10 വർഷം കണക്കാക്കിയിട്ടുള്ള ഒരു ഇൻക്രിമെൻ്റ് കൂടി അവർക്ക് കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നിശ്ചയിക്കണം. അല്ല എങ്കിൽ 10000 രൂപ ഒരു തുക നിശ്ചയിക്കണം. കാരണം 10000 രൂപ എന്ന് മാന്യമായ ഒരു പെൻഷനാണ്. 10000 രൂപ നിശ്ചയിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ഗ്രേഡ് ഇങ്ങനെ എല്ലാ 5-10 വർഷം കൂടുമ്പോൾ പെൻഷൻ തുകയിൽ ഒരു വർധനവ് വരുന്നത്. അല്ലെങ്കിൽ ഓരോ വർഷവും 100 രൂപ വീതം 50 രൂപ വീതം കൂട്ടിക്കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ഇൻക്രിമെൻ്റൽ എന്താണ് ഇൻക്രീസ് വരത്തുള്ള ക്രമാനുഗതമായ ഒരു വർധന വരുന്ന രീതിയിൽ പെൻഷൻകാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് അത് അപ്പോൾ അവർക്ക് പെൻഷൻ ഒരു 10000 രൂപയ്ക്ക് കൊടുക്കണം. 300 പേരുടേത് ഇപ്പോൾ കൊടുക്കണം. സർക്കാരിൽ നിന്ന് പണം വാങ്ങിയിട്ടായാലും പെൻഷൻ പറ്റിയ എല്ലാവർക്കും 2022 മുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല. മുഴുവൻ പേർക്കും ഈ ഒക്ടോബർ നവംബർ മാസം കൊണ്ട് ഇതുവരെ പെൻഷൻ പറ്റിയ മുഴുവൻ പേർക്കുമുള്ള തുക ഓൺ ടൈം സർക്കാരിൽ നിന്ന് വാങ്ങിയായിട്ടായാലോ എങ്ങനെ ആയിട്ടായാലും ഓൺ ടൈം നവംബർ മാസം കൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റണം. അതിൻ്റെ തീരുമാനം മറ്റന്നാൾ ഉണ്ടാകണം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വേണ്ട ഒരു കാര്യം വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ്. വർക്ക് ചെയ്യുന്നവരുടെ കാര്യത്തിൽ പിന്നെ പെൻഷൻ പറ്റിയ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. സർക്കാർ ഇടുന്ന രൂപയും കൂടെ ചിലപ്പോൾ 600 ആവുമല്ലോ, അപ്പോൾ 250-300 ആവുമല്ലോ. ഈ തുക ഒരുപക്ഷെ ഇതിന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേറൊരു രീതിയിൽ ചെയ്യാം. ഇവർ പെൻഷൻ പറ്റി 2 മാസം 3 മാസത്തിനകത്ത് അവരുടെ പെൻഷൻ കൊടുക്കണം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. പെൻഷൻ ആനുകൂല്യങ്ങളും കൊടുക്കണം. അതൊരു നിയമം മൂലം തന്നെ നിൽക്കണം. ഒരു 3 മാസത്തിനകത്ത് അവർക്ക് പേപ്പർ വർക്കെല്ലാം നടത്തി പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മുഴുവൻ സർക്കാരിൻ്റെ ഫണ്ട് എന്തെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുഴുവൻ പൈസയും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 50% പൈസ പെൻഷൻ പറ്റി 3 മാസത്തിനകത്ത് നിർബന്ധമായി കൊടുക്കണം. അല്ലെങ്കിൽ 75% കൊടുക്കണം. ബാക്കി തുക ഒരു വർഷം കഴിഞ്ഞ് കിട്ടിയാലും അവർക്ക് മതി, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് കിട്ടിയാലും മതി. അങ്ങനെയുള്ള ഒരു പാക്കേജ് ഒന്ന് ചിന്തിക്കാവുന്നൊരു പാക്കേജാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, അതപ്പോൾ അവരുടെ കാര്യങ്ങൾ അങ്ങനെ വരുന്നു. ബാക്കി നമ്മൾ എഴുതി കൊടുക്കാം. ഇത് വീഡിയോ എല്ലാവരും കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇന്നലെ തന്നെ 100 നിർദ്ദേശങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴി. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് അറിയിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഉള്ളവരെ സംബന്ധിച്ചുള്ള അവരുടെ ഇൻസെൻറ്റീവ് കൂട്ടണം. അങ്ങനെ പക്ഷേ ഇൻസെൻറ്റീവ് കൂട്ടുക, ശമ്പളം കൂട്ടുക, ഓണറേറിയം കൂട്ടുക, ഇതൊന്നും ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റു തരത്തിലാണ് ആ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അതേസമയം ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവരടയ്ക്കുന്ന ക്ഷേമനിധി പാസ്ബുക്ക് അവർക്ക് 3 മാസമായാലും 30 വർഷമായാലും പാസ്ബുക്ക് കിട്ടുന്നില്ല. നിർബന്ധം 3 മാസത്തിനകം പാസ്ബുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ഓർഡർ മറ്റന്നാളത്തെ മീറ്റിങ്ങോടുകൂടി ഉണ്ടാവണം. കേരളത്തിലെ മുഴുവൻ 66,000 അംഗനവാടി വർക്കർമാർക്ക് ഹെൽപ്പർമാർക്കും അവരുടെ പാസ്ബുക്ക് അവരെ വീട്ടിലിരിക്കട്ടെ കൊടുക്കുക. എല്ലാ മാസവും അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കണം. രണ്ടാമത് ക്ഷേമനിധി കൂട്ടുന്നതിനെക്കുറിച്ച് ഈ ഇപ്പോൾ 500 രൂപ അടയ്ക്കുകയാണെങ്കിൽ 500 രൂപ ഒരാൾ അടയ്ക്കുകയാണെങ്കിൽ 250% 250 രൂപ കൂടി എന്തുകൊണ്ട് സർക്കാരിന് ഇട്ടുകൂടാ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകണം. 250 രൂപ ഹെൽപ്പർ അടയ്ക്കുകയാണെങ്കിൽ 125 രൂപ കൂടി സർക്കാർ ഇടുന്ന ആ രീതിയിലേക്കുള്ള 20% എന്നുള്ളത് 50% ഹൈക്കിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചും ഒരു ചർച്ച നടക്കട്ടെ. അപ്പോൾ ക്ഷേമനിധിക്ക് ഫണ്ട് ഉണ്ടാവണം. ക്ഷേമനിധിക്ക് അതുപോലെ പലിശ അതുപോലെ ഇപ്പോൾ ഈ 300 പേര് മുടങ്ങിപ്പോയവരിൽ നിന്ന് ഇനി പലിശ സഹിതം അടയ്ക്കണം എന്നൊരു നിർബന്ധം പിടിക്കാതെ അവർക്ക് അടയ്ക്കണ്ടെന്ന് പറയുക. അടയ്ക്കാതെ തന്നെ അവർക്കുള്ള ഇളവ് കൊടുത്ത് അവർക്കുള്ള പൈസയും കൊടുത്താൽ മതി. ഇനി അവർ അടയ്ക്കാനൊന്നും നിർത്തണ്ട. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് അടച്ചൊക്കെ വരട്ടെ. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നു. വർക്കർമാരും ഹെൽപ്പർമാരും ഇന്നും നാളെയുമായിട്ടൊക്കെ നിങ്ങൾ എനിക്ക് ഈ ഇതിൻ്റെ വിഷയങ്ങൾ യൂട്യൂബ് വഴിയും യൂട്യൂബിൻ്റെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴിയോ നേരിട്ടോ ഒക്കെ എൻ്റെ അഡ്രസ്സ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അഡ്രസ്സ് വഴിയൊക്കെ എന്നെ അറിയിക്കുക. 2 ദിവസങ്ങൾക്കകം സർക്കാരിൽ ഈ വിഷയം ഗൗരവമായി നമ്മൾ എഴുതി തന്നെ കൊടുക്കുന്നതാണ്. ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ ചാനലും ഞാനും വ്യക്തിപരമായി ഇതിൽ ഇടപെടുന്നതാണ്.